നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഒരിക്കൽ പിടിച്ചുകുലുക്കിയ സംഭവമാണ് സോളാർ കേസ്. കേരള സമൂഹം ഒരിക്കലും മറക്കാത്ത പേരുകളിൽ ഒന്നാണ് സരിതയുടേത്. സരിത ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ ആയുധമാകാറുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ പ്രമാദമായ കേസുകളിൽ ഒന്നായിരുന്നു അതെങ്കിലും ഉമ്മൻചാണ്ടിക്ക് മേൽ അന്ന് വാരിയെറിഞ്ഞ ചെളി ചെറുതായിരുന്നില്ല. എങ്കിലും കേരള ജനത മുഴുവൻ ആ മനുഷ്യനെ വിശ്വാസത്തോടെ ചേർത്ത് പിടിച്ചു എന്നതായിരുന്നു അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ കാലങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടി ഭൂമിയിൽ നിന്ന് യാത്രയായതിനു ശേഷം കുമ്പസാരക്കൂട്ടിൽ പലരും അദ്ദേഹം വിശുദ്ധനായിരുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ മനസ്സ് തിരുത്തൽ സാധ്യമല്ലാത്ത നേതാവായി ആ സംഭവം മാറുകയാണ്. കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് നടുക്കിയ സോളാർ കേസ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിയമപരമായ വിവാദം മാത്രമല്ല, മറിച്ചൊരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ കളികളുടെ കുതന്ത്രങ്ങളുടെ ആകെ പത്രമാണ് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പിന്നീട് രാഷ്ട്രീയ അക്രമമായി മാറിയ സാഹചര്യം വരെ അന്ന് രൂപപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷനോട് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പറയണമെന്ന് ആവശ്യപ്പെട്ടതായി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയതായി പുറത്തുവന്ന പുതിയ വാർത്തകൾ ഈ വിഷയത്തെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോളാർ കേസ് എന്നറിയപ്പെട്ട സംഭവം ആരംഭിച്ചത് ഒരു സോളാർ പാനൽ സ്ഥാപനം വഴി നിക്ഷേപകരെ വഞ്ചിച്ചു എന്നാരോപിച്ച് 2013 പുറത്തുവന്ന കേസുകളോടെയാണ്. സരിത എസ് നായർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയ രംഗത്തെ ചില പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നു. പ്രത്യേകിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ആരോപണങ്ങൾ ഉയർന്നതോടെ സംഭവം രാഷ്ട്രീയ പൂജലനമായി മാറി. എന്നാൽ പിന്നീട് പല അന്വേഷണങ്ങളും നടത്തിയിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ നേരിട്ട് അഴിമതി ചെയ്തുവെന്നോ തെറ്റ് ചെയ്തുവെന്നോ തട്ടിപ്പിൽ പങ്കാളിയായിരുന്നുവെന്നോ തെളിയിക്കുന്ന ഉറച്ച തെളിവുകൾ കണ്ടെത്താനായില്ല. അന്വേഷണങ്ങൾ നീണ്ടുനിന്നുവെങ്കിലും നിയമപരമായി അദ്ദേഹത്തെ കുറ്റക്കാരനായി വിധിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇതോടെ സോളാർ കേസ് ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ കുതന്ത്രമായിരുന്നോ എന്ന ചോദ്യവും ശക്തമായി ഉയർന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണകക്ഷിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായി ഉപയോഗിച്ചു. നിയമസഭയ്ക്കുള്ളിലും പുറത്തുമായി പ്രതിഷേധങ്ങൾ, ധർണകൾ, ആരോപണ പ്രചരണങ്ങൾ തുടങ്ങിയവ ശക്തമായി നടന്നു. ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധങ്ങൾ, യാത്രകളിൽ നേരിട്ട ആക്രമണപരമായ പ്രതിഷേധങ്ങൾ, സെക്രട്ടേറിയറ്റ് വളഞ്ഞു നടത്തിയ വൻപിച്ച പ്രക്ഷോഭങ്ങൾ എന്നിവ പിന്നീട് രാഷ്ട്രീയ ആക്രമണം എന്ന നിലയിൽ വിശകലനം ചെയ്യപ്പെട്ടു. വ്യക്തിപരമായ സദാചാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിത്വത്തെ തന്നെ ലക്ഷ്യമിട്ടതായാണ് പലരും വിലയിരുത്തിയത്. ഇതിനിടയിൽ വിഷയത്തിൽ അന്വേഷണം നടത്താൻ ജസ്റ്റിസ് ജി ശിവരാജൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. കമ്മീഷൻ നിരവധി സാക്ഷികളെ ചോദ്യം ചെയ്തു, രേഖകൾ ശേഖരിച്ചു. ഈ ഘട്ടത്തിൽ സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷനോട് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പറയണമെന്ന് ആവശ്യപ്പെട്ടതായി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ ആരോപണങ്ങൾ ഉയരുന്ന നേരത്തുള്ള കടിച്ചുകീറാനും വിളിച്ചു പറയാനുമുള്ള വിറളി തെളിവുകൾ സമർപ്പിക്കപ്പെടുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ പലപ്പോഴും മങ്ങിപ്പോകും. സോളാർ കേസ് ഒരു ക്രിമിനൽ തട്ടിപ്പ് കേസ് ആയിരുന്നു എന്നതിൽ സംശയമില്ല. നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ടു എന്ന പരാതികൾ നിയമപരമായി അന്വേഷിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അതോടൊപ്പം ആരോപണങ്ങളുടെ പേരിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും ഉന്നയിക്കപ്പെടും. ഒരു ആരോപണം ഉയർന്നാൽ അത് അന്വേഷണ വിധേയമാകുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ തെളിവുകളില്ലാതെ വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നത്, പച്ചയ്ക്ക് ഏറ്റവും നെറികെട്ട ആരോപണങ്ങളിൽ മുക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന, പരാതികൾ കേൾക്കുന്ന, ജനസമ്പർക്ക പരിപാടി പോലുള്ള ഇടപാടുകൾക്ക് പ്രാധാന്യം നൽകിയ ഒരു നേതാവെന്ന ഇമേജ് ശക്തമായിരുന്നു. അത്തരമൊരു നേതാവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസ്യതയെ ബാധിച്ചുവെന്നത് നിഷേധിക്കാനാവില്ല. പക്ഷെ പിന്നീട് നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടാതിരുന്നത് ആരോപണങ്ങളുടെ മുനയൊടിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. ഇന്ന് സോളാർ കേസ് വീണ്ടും ചർച്ചയാകുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച കാലഘട്ടത്തെയും വിലയിരുത്തേണ്ടതുണ്ട്. ആരോപണങ്ങൾ ഉയരുന്നത് ജനാധിപത്യത്തിൽ സാധാരണമാണ്. എന്നാൽ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ വിധി നിർണയം നടത്തുകയും വ്യക്തികളെ സമൂഹത്തിൽ കുറ്റക്കാരായി മുദ്രകുത്തുകയും ചെയ്യുന്നത് അപകടകരമാണ്. പ്രത്യേകിച്ച് പൊതുജന വിശ്വാസം നേടിയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നാൽ അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന പ്രവണത ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കും. അതിനാൽ സോളാർ കേസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പാഠമായി കാണേണ്ടതാണ്. നിയമപരമായ അന്വേഷണം സ്വതന്ത്രവും സുതാര്യവുമായിരിക്കണം. അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉത്തരവാദിത്വത്തോടെയും തെളിവുകളോടെയും മാത്രമേ ഉന്നയിക്കാവൂ. ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജനാധിപത്യത്തിൽ നിയമ നടപടികളും രാഷ്ട്രീയ സംസ്കാരവും പരസ്പര മാന്യതയും പുലർത്തേണ്ടതിന്റെ ആവശ്യകതയാണ്.